എടാ പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയിലാണ്. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. ഫ്ലാഷ് ബാക്ക്. അതായത് ഇസ്ലാമിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ കൈയോടെയാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും സ്ത്രീകൾ വിചാരിച്ചാൽ അത് പെട്ടെന്ന് പൊളിയെന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാ മതങ്ങളും ഇതുപോലുള്ള ഏത് അന്ധവിശ്വാസം എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നതിൽ വലിയ പങ്ക് സ്ത്രീകൾക്കാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? മുഹമ്മദ് നബി തന്നെ പറഞ്ഞ എന്താണ്, നരകത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു എന്നാ പറയുന്നത്. പിന്നെ കാരണം എന്താന്ന് പറയുന്നത്, അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാർ അവരുടെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിച്ചു. അതിന്റെ പേരിലാണ് സ്ത്രീകൾ കൂടുതൽ നരകത്തിലെത്തിയത്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നത് ഈ മുബിതാത്ത അഴിച്ചുവിട്ട കുറച്ച് ഭൂതങ്ങളെയാണ്. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. നമ്മുടെ മുസ്ലിംസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഗേള് ഒരു ഡാൻസ് കളിച്ച് തട്ടിട്ട് ഡാൻസ് കളിച്ചാല് അൽ ഹറാം. അപ്പോ ചുരുക്കി പറഞ്ഞ മുതലാളി ഒരു ചെത്തിയിടും. കുട്ടിക്ക് കളർ ഇട്ടെങ്കിൽ അൽ ഹറാം. കുട്ടി ഒരു ജീൻസ് കുപ്പായിട്ട് കഴിഞ്ഞാല് അൽ ഹറാം. ഇതൊന്നും ബോയ്സിന് ഹറാമല്ലേ? തനിക്ക് നാണമുണ്ടോ? ഈ ആൺകുട്ടികളെ വിചാരമുണ്ട്, നിങ്ങൾ കഞ്ചാവ് വലിക്കുന്നു, നിങ്ങൾ ലഹരി യൂസ് ചെയ്യുന്നു, നിങ്ങൾ MDMA യൂസ് ചെയ്യുന്നു, നിങ്ങൾ സ്വന്തം ഭാര്യനെ വെച്ചിട്ട് വേറൊരു കിടപ്പുമുറിയിൽ പോകുന്നതൊന്നും ഹറാമല്ല. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അത് പോരായിട്ട് ആ പെൺകുട്ടി എന്ന് പറയുന്ന അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീന്റെ വീഡിയോ ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഒരാൾ അവകാശം ഇല്ലാണ്ട് ആ കുട്ടീന്റെ അന്യ സ്ത്രീന്റെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ ഇടുന്നത് നിങ്ങൾ, അത് സുന്നത്ത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഞാൻ ഇസ്ലാം പരമായിട്ട് എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അപ്പോ വരും ക്യാമറയായിട്ട് അൽ ഹറാം അൽ ഹറാം. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? തെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ സ്വയം നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ പോവാൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇപ്പം ഞാൻ ഇത് ഇട്ടതിന്റെ പേരിൽ, ഞാൻ ഇത് പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ പല ആൾക്കാർ വേണമെങ്കിൽ ഞാൻ പൊങ്കാലിടുമായിരിക്കും. ഐ ഡോണ്ട് കെയർ. രോമത്തിന് കൊള്ളുകയല്ലേ. ഞാൻ ഒരിക്കലും മതവിശ്വാസി അല്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ ക്യാമറയും തൂക്കിയിട്ട് ഈ ആൺകുട്ടികൾ വരുന്നുണ്ടല്ലോ അൽ ഹറാം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ പല ആൾക്കാർ പറയും, നീ തട്ടിട്ടിട്ട് നീ മുടി കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതും അൽ ഹറാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഫസ്റ്റ് സ്വയം നന്നാവാ, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റവും കുറവും ബാക്കിയുള്ളവരെ ജീവിതത്തില് കുഴിയിട്ട് മാന്താൻ നോക്കാം. ഇത് സ്വയം ഒന്നിനും ഗുണമില്ലാത്ത നിങ്ങളാണ് ബാക്കിയുള്ളവരെ കഴിച്ചുകൊണ്ടാൻ പോകുന്നേ. എവിടുത്തെ നിയമോ? ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചു. ആൺകുട്ടികൾ ഏഷ്യാനെറ്റ് ന്യൂസ് നമ്മൾ എടുത്ത് തുറന്നാൽ മനസ്സിലാവും 80% MDMA കേസിലും കഞ്ചാവ് കേസിലും പിടിക്കുന്നത് മുസ്ലിംസിനെയാണ് അല്ലെ? പക്ഷേ അവരെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടോ ഒരു സൈബർ ബുള്ളിങ്ങോ ഒരു കാര്യവും നിങ്ങൾ റിയാക്ഷൻ ചെയ്യില്ല. അതെന്തുകൊണ്ട്? നോക്ക്, എന്നോട് എന്നെ തിരുത്താൻ വരരുത് കേട്ടോ. സോറി കഞ്ഞിക്ക, അല്ല കുഞ്ഞിക്ക. ഈ ആൺകുട്ടികൾക്ക് കഞ്ചാവും MDMA യൂസ് ചെയ്യുന്നത് കിതാബിലെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് മാത്രമാണോ ഹറാമായിട്ടുള്ളത്? എനക്കറിയില്ല. അല്ല, അറിയായിട്ട് ചോദിക്കുന്ന ഞാൻ. വേണ്ട, സുഭദ്രയൊന്നും പറയണ്ട. അകത്തുള്ള പെണ്ണുങ്ങൾ കാര്യം നടത്താനും അഭിപ്രായം പറയാനും കുളപ്പുള്ളിയിലെ ആണുങ്ങൾ തീപ്പെട്ടിട്ടില്ല. മിക്ക ദിവസങ്ങളിലും ന്യൂസ് കാണുന്ന ആളാണ്. അപ്പൊ ഈ ന്യൂസ് കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാ മുസ്ലിം ആൺകുട്ടികളെ ആണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്, എല്ലാ മുസ്ലിംസ് ആണല്ലോ ഇതിന്റെ പിന്നാലെ പോകുന്നത്. എനിക്കൊന്നും ഒരാൾക്കും റിയാക്ഷൻ ഇല്ല, വോയിസ് ഇല്ല, നാവില്ല, ഒന്നുമില്ല. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ഓണം ആഘോഷിക്കുമ്പോൾ കുരുപെട്ടുന്ന കുണ്ടിതപ്പെടുന്ന ഉസ്താദെ, നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിലിരുന്നു കൊണ്ട് പച്ചയ്ക്ക് വർഗീയതയല്ലേ വിളിച്ചു പറയുന്നത്? ഞാൻ ചിരിച്ചു പോയനെ. എടി 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 ഞങ്ങളുടെ ഉസ്താദിനെ നീ കുണ്ടി കുണ്ടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നോടി. ഇസ്ലാമിന്റെ പുറത്തു പോവടി. മതപണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നതിന് നീ ഇസ്ലാമിന്റെ പുറത്തു പോകും. നീ ഈമാനുള്ളവളല്ലടി, നീ മുസ്ലിം അല്ലടി എന്ന് പറയുന്നവരോട് എന്ത് കളിയാടാ ഇത്? എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. കുണ്ടിതം എന്ന് പറയുന്നത് സങ്കടം എന്നുള്ളതാണെന്നുള്ളത് 5ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ സരോജിനി ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. സ്കൂളിൽ വായി നോക്കാൻ പോകുന്നവർക്കോ മാങ്ങയ്ക്ക് കല്ലെറിയാൻ പോകുന്നവർക്കോ ഇത് മനസ്സിലാവണമെന്നില്ല.
നമ്മളെയാണല്ലോ മച്ചമ്പി. അങ്ങനെയുള്ള ആളുകളാണ് ഈ ഉസ്താദന്മാരെ പോലുള്ള പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്ന ആളുകൾ പറയുന്നത് നിലം തൊടാതെ വിഴുങ്ങി ആ ക്യാപ്സ്യൂള് വിഴുങ്ങി ജീവിക്കുന്നത്. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ. നബിദിനം ആഘോഷിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, നബി ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കരുത് എന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മതത്തിന്റെ ധാർഷ്ട്യം കാണിക്കാൻ നബിയെ ഉപയോഗിച്ച് റോഡിൽ കൂടെ നടക്കുന്ന പേക്കൂത്തുകളെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ചുരുക്കി പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ ഒസ്താക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മതമാണ് എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത് കണ്ണും പൂട്ടി ആക്സെപ്റ്റ് ചെയ്ത് അവര് തരുന്ന ക്യാപ്സ്യൂള് വിഴുങ്ങി ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉള്ള കാര്യം പറയാലോ. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ. ഉദാഹരണത്തിന് ആരിഫ് ഹുസൈൻ, നാദിയ, സീസ, പിന്നെ എന്താണ് ഉബൈസ്, നല്ലൊരു മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രം യഥാർത്ഥ മുസ്ലിം ആകണമെന്നുണ്ടോ? മുബീസ് പാരഡൈസ് താത്ത, ഞാൻ എങ്ങനെയാണ് സംഖ്യയാവുന്നത്? നിങ്ങൾ എങ്ങനെയാണ് എന്നെ സംഖ്യയാക്കിയത്? ചേലാകർമ്മം, അതായത് സ്ത്രീകളുടെ ജനനേന്ദ്രിയം മുറിച്ചു കളയണമെന്നൊരു ഉസ്താദ് ഇവിടെ നിന്ന് ആഹ്വാനം ചെയ്തപ്പോ ഞാൻ അതിനെതിരെ സംസാരിച്ചതുകൊണ്ടോ? അതോ സ്ത്രീയെ വെറും സെക്സ് ടോയ് ആണെന്ന് ഒരു ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ചതുകൊണ്ടോ? ഓണാഘോഷം ഇവിടെ ഈ മതേതര കേരളത്തിൽ മുസ്ലിങ്ങളെ നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ് പച്ച വർഗീയത വിളിച്ചു പറഞ്ഞ ഉസ്താദിനെതിരെ സംസാരിച്ചതുകൊണ്ടോ? അതോ ഈ ഉസ്താദിന്റെ കറാമത്ത് കാരണം 10 രൂപ അയാൾ കൊടുത്ത 10 രൂപ എടുത്ത് പോക്കറ്റിലിട്ട് ദുബായിൽ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് മതത്തിനെ വിറ്റ് ജീവിക്കുന്ന ഉസ്താദന്മാർക്കെതിരെ സംസാരിച്ചതുകൊണ്ടോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അതുകൊണ്ട് എങ്ങനെ ഞാൻ മതത്തിന് പുറത്താകും? അതുകൊണ്ട് ഞാൻ എങ്ങനെ സംഖ്യയാവും? എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ, മുസ്ലിം സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? മുസ്ലിം സ്ത്രീകള് ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അവർ ഡാൻസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണ്, അത് കാണുമ്പോൾ എനിക്ക് അഭിമാനമാണ്. വടികൊണ്ട് തല്ലല്ലേ സാറേ, കൈകൊണ്ട് തല്ലിക്കോ വേണേ. ഓക്കേ, നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഇവിടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, മനസ്സിലായില്ലേ? അഫ്ഗാനിസ്ഥാൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ഇത് കേരളമാണ്. പെണ്ണുങ്ങളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ വികാരം കൊള്ളുന്ന ആണുങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് ആണുങ്ങളുടെ കുഴപ്പമാണ്, മനസ്സിലായില്ലേ? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിക്ക. ആ ആണുങ്ങളെ എങ്ങനെ നേരിടണമെന്നുള്ള നിലയ്ക്ക് ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അല്ലാണ്ട് മൊത്തം ഇട്ട് മറച്ച് ആണുങ്ങളെ പേടിച്ച് വീട്ടിനുള്ളിൽ ഇരിക്കാനല്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെ വേണം പെൺകുട്ടികള്. എന്താ ഒരു തന്തേടം. അവരുടെ കുടുംബം നോക്കണമെങ്കിൽ, അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമെങ്കിൽ, ഹസ്ബൻഡ് വല്ല അസുഖമോ മറ്റുള്ള ഇവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ അയാൾക്ക് പറ്റാത്ത സാഹചര്യം എന്നാൽ പുറത്തേക്ക് ഇറങ്ങി ജീവിക്കണം പെൺകുട്ടികൾ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. ആ പുറത്തേക്ക് ഇറങ്ങി ജീവിക്കുമ്പോൾ ഇമാതിരി പിന്നെ എന്താ പറയുക, മുടി കണ്ടാൽ വികാരം വരുന്ന ആണുങ്ങൾ അവരെ വന്ന് സമീപിക്കുവാണെങ്കിൽ അവരെങ്ങനെ ഈ ആണുങ്ങളെ നേരിടണമെന്നാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് നിങ്ങൾ ചെയ്ത ഒരു വർഗീയ വീഡിയോ ഉണ്ടല്ലോ, അതായത് മറ്റേ ഷെയ്ത്താന്റെ വീഡിയോ. ഷെയ്ത്താൻ മറ്റുള്ള മതസ്ഥരെ കാണുമ്പോൾ വെൽക്കം ചെയ്യുകയും മുസ്ലിം മതസ്ഥരെ കാണുമ്പോഴത്തേക്കും ഷെയ്ത്താൻ ഫെയിന്റഡ് ആയി കളകറങ്ങി പോവുകയും ചെയ്യുന്ന വീഡിയോ. ഇങ്ങനെ പറഞ്ഞ മേജർക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. പർദ്ദ ഇട്ട് വന്നപ്പോ ഷെയ്ത്താൻ ഓടുന്നു, ഇതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കമന്റ് ഇട്ടത്, ഷെയ്ത്താന് പോലെ അപ്പിക്കുപ്പായം കണ്ടപ്പോ പേടിയെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇവര് നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ടൊന്നും നോക്കിയേ പറ്റുന്നില്ല. എന്തെന്നറിയോ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് ഇങ്ങനെ പോയപ്പോ ഉണ്ടായിരുന്നു. എല്ലാം വിശദമായിട്ട് പറയണം. ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഇങ്ങനെ സംസാരിക്കാണ് കോത്തു പിടിച്ചിട്ട്. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാ. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. എന്നെ കണ്ടപ്പോ അവർ 2 പേരും മാറി. കയ്യിലിരിപ്പതായിരുന്നല്ലോ. അവിടെ ആരില്ലാത്ത സമയത്താണ് അവർ സംസാരിച്ചത്. പക്ഷെ എന്നെ കാണുമ്പോ അവർ മാറി. ചിലപ്പോ എന്നെ പേടിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ ഈ വെള്ള വസ്ത്രം, ഈ തലപ്പാവ് കണ്ട് പേടിച്ചതായിരിക്കാം. ആ എണ്ണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര്. അപ്പൊ മാറിയപ്പോ ഞാനിങ്ങനെ കരയാണ്. കാരണം എന്തെന്നറിയോ, എന്നെ കണ്ടപ്പോ ഒരു മാറി എന്തിനാ, പക്ഷെ ഞാൻ കണ്ടാൽ എന്തും ചെയ്യാൻ പോവില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അത് തുടങ്ങി ഞാൻ ചിരിച്ചു പോയനെ. പഠിച്ചോന് കാണുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടില്ല. എന്നെ പേടിച്ചപ്പോ എനിക്ക് വെച്ച ആ വില പഠിച്ചോന് വെച്ചിരുന്നെങ്കില്. ഇതൊക്കെ ചെയ്യല്.
പക്ഷെ ഇതിന്റെ ഇരട്ടി നാളെ പരലോകത്ത് എന്തായാലും അനുഭവിക്കേണ്ടി വരും. എനിക്ക് പറയാനുള്ള നിങ്ങളോട്, എന്റെ വീഡിയോ കാണുന്ന സ്നേഹങ്ങളോട് എനിക്ക് അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. എന്തൊക്കെയാടാ നീ കഴിച്ചു കൂട്ടുന്നേ? നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊക്കെ അല്ലാവ് കാണുന്നുണ്ട്. കുട്ടി ഉസ്തൂന് എങ്ങനെ മനസ്സിലായി അത് അന്യപുരുഷനും അന്യ സ്ത്രീയാണെന്ന്? അവരുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അവര് അന്യപുരുഷനും അന്യപുരുഷത്തെയും. സോറി, അന്യ സ്ത്രീ. എനിക്ക് മറന്നോന്ന് ഇവനെ കണ്ട് ചിരിച്ചിരിച്ചിട്ടെല്ലാം. ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ മക സെക്സ്വാലിറ്റി വേണം. നീ എന്നാ പറഞ്ഞ കോത്ത് പിടിച്ചിരിക്കാനാ? ഞാൻ ആദ്യം വിചാരിച്ച പോത്തിനെ പിടിച്ചിരുന്ന, പിന്നെ രണ്ടോട്ടം റിപ്പീറ്റ് ചെയ്ത് കേട്ടപ്പോഴാണ് മനസ്സിലായി കോത്തല്ല പോത്തല്ല കോത്താണെന്ന്. ഒരാളെ കണ്ടിട്ടേ ഇങ്ങനെ കരയുന്നുണ്ട്. നീ നമ്മളെ ക്യാമ്പസിൽ വന്നാൽ ധാരമായി കരയും. ആടെ കോത്ത് പിടിക്കലും മാത്രല്ല, ആടെ പല പിടിക്കലും നടക്കലുണ്ട്. നീ കണ്ട എന്നാ പറയാ? ഇവിടെ മൊത്തക്കാരൻ്റെ വരും. അങ്ങനത്തെ കാഴ്ചകൾ നീ കാണുവാടാ. അവരാരും ഇല്ലാത്ത സമയത്താണ് സംസാരിക്കുന്നത്. നീ എന്തിനാ ആരും ഇല്ലാത്ത സമയത്ത് പോയി പറ ഇനി. രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച നീ ആടെ പോയത് ഇങ്ങനെ വല്ലത് സംഭവം കണ്ടുപിടിക്കാനല്ലേ? അതെല്ലാം നമുക്ക് മനസ്സിലായി. പിന്നെ നീ അതിന്റെ അടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു, ട്രെയിന് അവിടുന്ന് ഇവിടുന്നൊക്കെ സംസാരിക്കുന്നു. ട്രെയിനിൽ ഒരു പെണ്ണും ചെക്കനും ഇരുന്ന് സംസാരിച്ച അപ്പാട് പ്രേമാവോ? ഈവൻ വേണ്ട, ഒരു ബീച്ചിലിരുന്ന് സംസാരിച്ചാൽ പ്രേമാവോ? ഇത് അമ്മയുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് കുഞ്ഞിരാമനാശാണ് വിലക്ക് വന്നിരിക്കുക. എല്ലാം സഹിക്ക. അതിന്റെ അടുക്കുന്ന നീ പറഞ്ഞു ഇതൊന്നും റീൽസിന് വേണ്ടിയിട്ടല്ലാണ്. എന്നിട്ടോ വീഡിയോന്റെ ക്യാപ്ഷൻ സബ്സ്ക്രൈബ്, വീഡിയോന്റെ ലാസ്റ്റോട്ട് എത്തുമ്പോ ലൈക്ക്. ഇതൊക്കെ പിന്നെ എന്തിനാ? പിന്നെ ഇങ്ങനെ വിചാരിക്കാം കുറച്ച് ആൾക്കാർക്കൊക്കെ അയച്ചെടുത്തിട്ട് അവരങ്ങ് നന്നാവട്ടെ. പിന്നെ ഈ ലൈക്ക് എന്തിനാ? നീ സത്യം പറ, ദർസയിൽ ഉള്ളി മുറിച്ചെടുന്ന് എടുക്കുന്ന ഓടി വന്ന് വീഡിയോ എടുത്തതല്ലേ? അല്ലാണ്ട് ഈ പൈപ്പ് തുറന്നു വിട്ടോലെ കണ്ണന്ന് വെള്ളം വരാൻ ഒരു സാധ്യതയില്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ആൾക്കാർ പറയും നീ എന്താടി മൂക്ക് ഇങ്ങനെ പിടിച്ച് വർത്താനം പറയുന്ന പോലെ ഉണ്ട്. എനിക്ക് ജലദോഷമാണ് കേട്ടോ ഗൈസ്. എന്നിട്ട് ഞാൻ ഈ പുള്ളിക്കാരന്റെ വീഡിയോ കാത്തിരുന്ന് ഇവനൊരു വീഡിയോ ഇട്ടോ അപ്പടെ റിയാക്ഷൻ ഇട്ടത്. അപ്പൊ ബൈ ഗൈസ്, ടാറ്റാ. അപ്പിക്കുപ്പായത്തിന്റെ മരണം, അതാണ് ഇന്റർനെറ്റിന്റെ വിജയം.